ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന ഇഷ്ടമാത്രത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും കുഞ്ഞാവ് വന്ന സന്തോഷത്തിലാണ് ആദ്യം. ചിപ്പ മോള് സമ്മാനമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടല്ലോ. എന്തായാലും മോള് മേടിച്ചുകൊണ്ട് വന്ന സമ്മാനം തന്നെയാണ്. അത് എന്താണെങ്കിലും സമ്മാനമൊന്നും കൊടുത്തില്ല കേട്ടോ. അതിന് മുമ്പ് ഇഷിത ഇങ്ങനെ പറയുകയാണ്, മോള് വാങ്ങിച്ചുകൊണ്ടിരുന്ന സമ്മാനം തന്നെയാണ് കുഞ്ഞാവയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട സമ്മാനം. അപ്പോഴേക്കും കുഞ്ഞിനെയൊക്കെ കൊണ്ട് കിടത്തിയിട്ട് രാമനാഥൻ വന്നു. ഇതേ കുഞ്ഞിൻ്റെ അടുത്ത് പോയി കിടക്കുമോളെ എന്ന് പറഞ്ഞു. ആ സമയത്ത് കുഞ്ഞാവ ഉണർന്ന് കരയുക കേട്ടോ. ആ ചിപ്പിമോൾക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമായി. കുഞ്ഞാവ ഉണർന്നല്ലോ, കരയുവാണെങ്കിലും ഉണർന്നല്ലോ. ദേ കൊച്ചിന് വിശന്ന് തുടങ്ങിയിട്ടുണ്ട്, അതാ കരയുന്നത് എന്ന് രാമനാഥൻ പറഞ്ഞപ്പം വിശക്കാനുള്ള സമയമൊന്നും ആയിട്ടില്ല, ചിലപ്പോൾ ഉണ്ടല്ലോ കിടക്ക സുഖമായിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും. ആദ്യം മോള് വാ, നിങ്ങൾ രണ്ടുപേരെയും കണ്ടാലേ കൊച്ചു കരച്ചിൽ നിർത്തും, വാ. എന്തായാലും മഹേഷ് ഇഷിതയ്ക്ക് പുറകെ പോകാനായിട്ട് തുടങ്ങിയതാണ്. നീ ഇതെങ്ങോട്ടാ എന്ന് രാമനാഥൻ ചോദിച്ചു. ഞാനെൻ്റെ റൂമിലോട്ട്. അയ്യോ, അത് ഇഷിതയുടെ റൂം, ഇനി നിനക്ക് അങ്ങോട്ട് പോകാനായിട്ട് ഗസ്റ്റ് പാസ് മാത്രമേ ഉള്ളൂ, സമയവും സന്ദർഭം നോക്കി പോയി കാണാം. എടമോനെ, സകല ഭർത്താക്കന്മാർ ലോക്കായി പോകുന്നതേ ഈ സമയത്താണ്. ഇപ്പം പ്രിയാമണിയും വരും, അവരെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോയിരിക്കുക. അതുകൊണ്ട് അച്ഛൻ്റെ മോൻ കുറച്ച് നാളത്തേക്ക് വേറൊരു മുറി കണ്ടുപിടിച്ചോ, ഇനി അതേ വഴിയുള്ളൂ. അച്ഛാ, എടാ, പ്രസവത്തേക്കാൾ പ്രയാസമാണ് പ്രസവ ശുശ്രൂഷ. അവിടെ ഭർത്താവിൻ്റെ റോളില്ല, അതും ആദ്യത്തെ പ്രസവം. നിന്ന് താളം പിടിക്കാതെ വിട്ടോ. അപ്പോഴേക്കും മഹേഷ് പോകാൻ തുടങ്ങുക. അങ്ങോട്ടല്ല ഇങ്ങോട്ട്. മഹേഷ് ദേഷ്യം വന്നിട്ട് അവിടെ നിന്ന് പോവുകയാണ്. പിന്നെ കാണിക്കുന്നത് മാധവനാണ്. മാധവും ദയയാണ്. മാധവ് ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് എന്ന് ലയ പറഞ്ഞു. രാവിലെ നിനക്ക് എന്തോ സുഖക്കുറവുണ്ടെന്ന് പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാണ് നീ കിച്ചണിൽ കയറിയത്? മാധവ് കഴിക്കാതെ പോയാൽ എനിക്ക് വിഷമമാകും. എന്നാവാ, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. നീ കഴിക്കാതെ ഇരുന്നാൽ എനിക്കും അത് വിഷമാകും. എനിക്കെന്തോ കഴിക്കാൻ തോന്നുന്നില്ല, രാവിലെ ചായ പോലും പറ്റുന്നില്ല, എന്തോ പോലെ. അപ്പോഴിരുന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ ലയ്ക്ക് ഛർദ്ദിക്കാനായിട്ട് വന്നു. ലയ ഛർദ്ദിച്ചു പോയി. മാധവനും ലയ്ക്കും എന്തോ ഒരു സംശയം പോലെ. എന്താടോ, പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ? അറിയില്ല, അതിന് ഭാഗ്യം വേണ്ടേ? ആ ഭാഗ്യം ഇപ്പോൾ വന്നു എന്ന് വിശ്വസിക്കുന്നു. പേഴ്സ് മുടങ്ങിയ കാര്യം നീ പറഞ്ഞതല്ലേ, സത്യമാണോ? മാധവ്, എനിക്കൊരു കുഞ്ഞിനെ ദൈവം തന്നതായിരിക്കുമോ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ലയ ഭയങ്കര സന്തോഷത്തിൽ. ദൈവം എനിക്കൊരു ശിക്ഷ തന്നിരുന്നു, അത് മറ്റൊന്നുമല്ല, ഇഷിത അമ്മയാവാതെ ഈ ജന്മം എനിക്കൊരു അച്ഛനാകാൻ കഴിയില്ല എന്ന്. അവൾ അമ്മയായി, ദൈവം തന്ന ശിക്ഷാ കാലാവധിയും കഴിഞ്ഞു. ദൈവത്തിന് ഇനി നിൻ്റെ പ്രാർത്ഥന സ്വീകരിച്ചല്ലേ പറ്റുള്ളൂ. ദൈവം അത് കേട്ടതാണ്. എന്നാലും മാധവ്, വെറുതെ മോഹിപ്പിക്കല്ലേ മാധവ്. എടോ, നമുക്ക് ആ സംശയം അങ്ങ് മാറ്റാം. ഞാനിന്ന് ജോലിക്ക് പോകുന്നില്ല, നമുക്കുടനെ ഹോസ്പിറ്റലിലേക്ക് പോകാം. എന്നാൽ പിന്നെ നീ വേഗം റെഡിയായിട്ട് വാ. എന്നിട്ട് അവർ ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് തയ്യാറാവുകയാണ്. പിന്നെയാണെങ്കിൽ നമ്മുടെ ആകാശാണ്. ഇതുവരെയുള്ള നീക്കങ്ങളൊന്നും പഴച്ചിട്ടില്ല. ആദ്യം മഹേഷിൻ്റെ വീട്ടിലെത്തിച്ചു. അതിനുവേണ്ടി എടുത്ത എഫേർട്ട് അണുവിട പാളിപ്പോയിട്ടുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ഇഷിത കുഞ്ഞുമായിട്ട് വീട്ടിലെത്തിക്കഴിഞ്ഞു. വീട്ടിലെത്തട്ടെ, ഇനി കളി തുടങ്ങാൻ സമയമായി എന്നൊക്കെ ആകാശ് ഇങ്ങനെ പറയാണ്. ഇഷിതയെ ആകാശ് വിളിക്കുക കേട്ടോ. ഹലോ ഡോക്ടർ ഇഷിത. ആരാണ്? അതെ, എൻ്റെ പേര് ആകാശ് മേനോൻ. നിങ്ങളെന്താ നമ്പർ മാറ്റി വിളിക്കുകയാണോ? എൻ്റെ ഉന്നം തെറ്റിയില്ല. ഞാനാണെന്നറിഞ്ഞാൽ ഡോക്ടർ ഇഷിത കോൾ എടുക്കില്ല എന്ന് എനിക്കറിയാമായിരുന്നു. പിന്നെ ദയവായി കോൾ കട്ട് ചെയ്യരുത്. വളരെ ഗൗരവമായൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. നിങ്ങളും ഞാനും തമ്മിൽ ഒരു ബന്ധവുമില്ല, അതുകൊണ്ട് നിങ്ങളെ പറയുന്നത് എനിക്ക് കേൾക്കേണ്ട കാര്യമില്ല. ഡോക്ടർ ഇഷിത ഇപ്പോൾ കോൾ കട്ട് ചെയ്താലേ എനിക്ക് പിന്നെയും വിളിക്കേണ്ടി വരും. കോൾ എടുക്കുന്നത് വരെ എനിക്ക് വിളിക്കേണ്ടി വരും. അതിനേക്കാൾ നല്ലത് ഞാൻ പറയുന്നത് കേൾക്കാനൊരു മനസ്സ് കാണിച്ചാൽ പോരെ. നിങ്ങൾക്ക് ആദ്യയെക്കുറിച്ചല്ലേ പറയാനുള്ളത്? അതെ, കറക്റ്റ്. ഞാൻ പറയുന്നത് സത്യമായ കാര്യങ്ങളാണ്. ആദിക്ക് ഒരു മെൻ്റൽ പ്രശ്നമുണ്ട്. അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് ഒരു പയ്യൻ്റെ മൂക്കിടിച്ച് പൊട്ടിച്ചത്. തീർന്നിട്ടില്ല. ഞാൻ രചനയോട് സ്നേഹം കാണിച്ചാലോ അടുപ്പം കാണിച്ചാലോ ആ സ്പോട്ടിൽ അവൻ പ്രതികരിക്കും. ഡൈനിങ് ടേബിളിൽ വെച്ച് ഞാൻ രചനയ്ക്ക് സ്പൂണിൽ ഭക്ഷണം വാങ്ങി കൊടുക്കുന്ന കണ്ടിട്ട് അവൻ പ്ലേറ്റ് എടുത്ത് മമ്മിയുടെ നേരെ എറിഞ്ഞു. എന്നിട്ട് ഞാൻ അവനെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞ് മഹേഷിൻ്റെ അടുത്ത് കംപ്ലൈൻറ്റ് പറഞ്ഞു. അന്നത്തെ പ്രശ്നത്തിൻ്റെ കാരണം നിങ്ങൾ അറിയാതെ പോയി. ഒരമ്മയുടെ സ്നേഹം ചിപ്പിക്ക് വാരിക്കോരി കൊടുക്കുന്നവളാണ് ഇഷിത. അതേ അളവിൽ ചിപ്പിയെ കൊണ്ട് നടക്കാൻ ഇഷിതയ്ക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ കഴിയോ? എന്തുകൊണ്ടാണ് എനിക്ക് കഴിയാത്തത്? നിങ്ങൾ എന്തുദ്ദേശ എൻ്റെ അടുത്ത് മുതലെടുപ്പിന് വരുന്നത്? അപ്പോഴേക്കും നിങ്ങൾക്ക് എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോഴേക്കും പഴയ പോലെ എന്തായാലും ചിപ്പിയെ നോക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റില്ല. നിങ്ങളുടെ കുഞ്ഞിനൊന്നും പറ്റിപ്പോകാതെ അവൻ തിരിച്ച് മമ്മിയുടെ അടുത്ത് വരട്ടെ എന്ന് കരുതിയ ഞാനീ പറയുന്നത്.
അല്ല, എന്തിന് ഞാൻ മറച്ചു വെക്കണം? ആദ്യം തിരിച്ചു വരാൻ വേണ്ടി തന്നെയാണ് ഞാനിത് പറയുന്നത്. പക്ഷേ അത് ഇഷിതയ്ക്ക് ദ്രോഹം വരുത്തി വെച്ചിട്ടാണെങ്കിൽ അവന് അവനെ രചനയ്ക്ക് തിരികെ കിട്ടുന്നതിന് ഒരു പ്രയോജനം ഇല്ലാതായി പോവില്ലേ? എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ പറയുന്നത് എന്ന് ഇഷിത പറഞ്ഞു. അതെ, കുഞ്ഞിനെ അപായപ്പെടുത്തിയിട്ടാണ് അവൻ വരുന്നതെങ്കിൽ അവനെ കാത്തിരിക്കുന്നത് ജുവനൈൽ ഹോമാണ്. മഹേഷ് എനിക്ക് ശത്രു തന്നെയാ. ആ ശത്രുത വെച്ച് എൻ്റെ വാക്കിഷിത തള്ളിക്കളഞ്ഞ പിന്നീട് ഇഷിത ദുഃഖിക്കേണ്ടി വരും. ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിൻ്റെ മുഖത്ത് ഒരു ടവൽ എടുത്തിട്ടാ തീർന്നില്ലേ? ഇഷിത പറഞ്ഞ്, നിർത്തടോ, തനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ എങ്ങനെ കഴിയുന്നു? താൻ ഇനി ഒരു ഒറ്റ അക്ഷരം മിണ്ടരുത്. അതേ, സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട, ഓർത്തു വെച്ചോ, അവൻ ആ കുഞ്ഞിൻ്റെ കാലനാ. ഇഷിതയ്ക്ക് ഭ്രാന്ത് പിടിച്ച് ഇഷിത കോള് കട്ട് ചെയ്യാണ്. പിണങ്ങിപ്പോയി എന്നാകാശ. അവൾ എത്ര വലിയ വാത്സല്യ രീതിയായ അമ്മയായാലും എൻ്റെ പ്രശ്നങ്ങൾ അവളുടെ മനസ്സിലേക്ക് കയറും. എൻ്റെ വാക്കുകൾ അവൾ ഉൾക്കൊള്ളും. സ്വന്തം കുഞ്ഞ് കഴിഞ്ഞേ ഉള്ളൂ മറ്റൊരുത്തിയുടെ കുഞ്ഞ്. ഇഷിത ആകെ പേടിച്ച് സങ്കടപ്പെട്ട് അവിടെ ഇരിക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് ആദ്യം കാണാനായിട്ട് കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് രചന വിളിപ്പിക്കുകയാണ്. മമ്മി എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞ് വിളിച്ചത്? നിനക്ക് എന്നെ കാണണമെന്ന് ആഗ്രഹമില്ലല്ലോ. അല്ല, മമ്മിയോട് അങ്ങോട്ട് വരില്ലെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. മമ്മി എവിടെ വിളിച്ചാലും ഞാൻ വരും. ഓ, അവിടെ വലിയ വിശേഷങ്ങളാണല്ലോ നടക്കുന്നത്. നിൻ്റെ ഡാഡിക്ക് മറ്റൊരു സ്ത്രീയിൽ ഒരു കുഞ്ഞുണ്ടായിരിക്കുന്നു. അതാണല്ലോ വലിയ വിഷമം. നീയും അത് ആഘോഷമാക്കുമല്ലേ? അവർ മറ്റൊരു സ്ത്രീയല്ല, ഡാഡി വിവാഹം ചെയ്ത ഡാഡിയുടെ ഭാര്യയാണ്. ഇത് കേട്ടിട്ടോ രചനയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ആ സ്ഥിതിക്ക് അവരെൻ്റെ അമ്മ തന്നെയാണ്. അപ്പം നീ വിശുദ്ധ അമ്മയെന്ന് വിളിച്ച് തുടങ്ങിയല്ലേ? അത് ഒടുവിൽ അങ്ങനെ തന്നെ സംഭവിച്ചു. മമ്മി എന്നെ കാണണമെന്ന് പറഞ്ഞത് മറ്റുള്ളവരുടെ കുറ്റം പറയാനാണോ? അങ്ങനെയാണെങ്കിൽ അതെനിക്ക് കേട്ട് നിൽക്കാൻ താല്പര്യമില്ല. ഞാൻ പോകുന്നിടത്തൊക്കെ അങ്കിൾ ഉപദേശമായിട്ട് വരും. ഇതുകൊണ്ടൊന്നും എൻ്റെ മനസ്സ് മാറ്റാൻ പറ്റില്ല. മമ്മി അങ്കിളിനെ പറഞ്ഞ് മനസ്സിലാക്കുക. എനിക്ക് എൻ്റേതായൊരു ലക്ഷ്യമുണ്ട്. അപ്പോഴേക്ക് രചന ചോദിച്ചു, എൻ്റെ മോനില്ലാതെ എനിക്ക് എന്ത് ജീവിതമുള്ളത്? എങ്ങനെ തോന്നി നിനക്കെന്നെ വിട്ടുപോകാൻ? മമ്മി ഒരു കാലത്തും വിട്ടുപോകരുതെന്ന് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷെ എന്ത് ചെയ്യാൻ? എനിക്കങ്ങനെ ചെയ്തല്ലേ പറ്റുള്ളൂ. എൻ്റെ അവസ്ഥ എന്തുകൊണ്ട് മമ്മി ചിന്തിക്കുന്നില്ല? മമ്മിക്ക് എല്ലാത്തിലും വലുത് മമ്മിയുടെ ഇഷ്ടമാണ്. മമ്മി ആഗ്രഹിക്കുന്ന നടക്കണം. ആദി, ഞാൻ പറയുന്നത് മമ്മിക്ക് മനസ്സിലാക്കാൻ ഒരു കാലത്തും കഴിയില്ല. മമ്മിക്ക് അതിന് കഴിയുമായിരുന്നെങ്കിൽ ഡാഡിയെ വേണ്ടെന്ന് വെച്ച് മമ്മി പോവില്ലായിരുന്നു. ഭർത്താവിനെ മനസ്സിലാക്കാൻ കഴിയാത്ത മമ്മി എങ്ങനെ മോനെ മനസ്സിലാക്കും? നിന്നെ ഓർത്ത് എനിക്കൊരു പ്രതീക്ഷയില്ലടാ. അല്ലെങ്കിൽ ഒറ്റപ്പെട്ടു പോയ എൻ്റെ മുഖത്ത് നോക്കി നീ ഇങ്ങനെ ഒന്നും പറയില്ലായിരുന്നു. മമ്മി എങ്ങനെ ഒറ്റപ്പെടുന്നത്? കൂടെ അങ്കിളില്ലേ? അങ്കിളിന് മമ്മിയോട് സ്നേഹമൊന്നുമില്ല. മമ്മിയെ വെച്ച് ഡാഡിയെ തകർത്ത് കളയാനാണ് ഇപ്പോഴും കൂടെ നിർത്തുന്നത്. എന്തായാലും അയാളെ മമ്മി തിരിച്ചറിയുന്ന ഒരു ദിവസം വരും. അതുവരെ എനിക്ക് കാത്തു നിൽക്കാൻ പറ്റില്ല. അയാൾ എന്നെ കൊല്ലും. മമ്മി വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എൻ്റെ മനസ്സിലുള്ളൊരു കാര്യം ഞാൻ പറയട്ടെ. ഡാഡിക്കൊപ്പം ഞാൻ പോകാൻ താല്പര്യം കാണിച്ചതേ മമ്മിക്ക് വേണ്ടിയിട്ടാ, എനിക്ക് വേണ്ടിയിട്ടല്ല. നിൻ്റെ ഡാഡിയുടെ കൂടെ താമസിച്ചിട്ട് നീ എന്ത് നേട്ടം എനിക്ക് നേടിത്തരും? ഞാനത് മണ്ടിയാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ മമ്മി മണ്ടിയാണ്. നിർത്തണ, നിനക്ക് നിൻ്റെ അനിയത്തിയുടെയും ഡാഡിയുടെയും കൂടെ കഴിയും മോഹം തോന്നി നീ പോയി. എന്നിട്ട് എൻ്റെ മുന്നിൽ നല്ല കുട്ടി ചമയം നോക്കുന്നോ? മമ്മി, എത്ര കാലം ആകാശങ്ങളുടെ കൂടെ മമ്മിക്ക് ജീവിക്കാനായിട്ട് പറ്റും? മമ്മിയെ ഭാര്യയായിട്ട് സ്വീകരിക്കാൻ പോലും അയാൾ തയ്യാറല്ല. അയാൾ ഒരു വിവാഹം കഴിച്ചാൽ മമ്മിയുടെ അവസ്ഥ എന്താകും? അങ്ങനെ തന്നെ സംഭവിക്കും. ഞാൻ ഡാഡിക്കൊപ്പം ജീവിക്കാൻ തീരുമാനിച്ചത് മമ്മിക്ക് വരാൻ പോകുന്ന അവസ്ഥ ഓർത്തിട്ട് തന്നെയാണ്. ഡാഡിയുടെ കൂടെയാണെങ്കിൽ പഠിച്ചെനിക്കൊരു ജോലി നേടിക്കാൻ പറ്റും. എനിക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ കഴിഞ്ഞാൽ എനിക്ക് മമ്മിയെ നോക്കാൻ പറ്റും. ഡാഡിക്കൊപ്പമുള്ള സന്തോഷത്തോടെയുള്ള ജീവിതമല്ല ഓർത്തല്ല ഞാൻ പോയത്. മമ്മിക്കൊപ്പം നിന്നാൽ എനിക്ക് ഒന്നും നേടാനാവില്ല. എനിക്കിപ്പം മമ്മിയെ സംരക്ഷിക്കാനും കഴിയില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് സാഹചര്യം വരുമ്പോൾ മമ്മി വിളിക്കാൻ ഞാൻ വരും. മമ്മി ഒരിക്കലും ഞാൻ ഉപേക്ഷിക്കില്ല എന്ന് ആദ്യം പറഞ്ഞത് കേട്ടിട്ടുണ്ടല്ലോ. രചന സ്നേഹത്തോടു കൂടി അവനെ ചേർത്ത് പിടിക്കുക. ഞാൻ പറഞ്ഞത് സത്യം മമ്മി, സത്യം. മമ്മി എന്നെ വിശ്വസിക്കണം. എൻ്റെ മമ്മിക്ക് വേണ്ടി തന്നെയാണ് ഞാൻ ജീവിക്കുന്നത്. അയാൾ എന്തിനും മടിക്കാത്തവനാ മമ്മി. വേണ്ടി വന്ന അയാൾ മമ്മിയെ കൊല്ലാനും മടിക്കില്ല. വെറുതെ വഴക്കൊന്നും ഉണ്ടാക്കല്. ഞാൻ പറഞ്ഞത് ദയവ് ചെയ്ത് മമ്മി അങ്കിളിനോട് പറയരുത്. അയാൾ എന്നെ ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കും. എന്തായാലും എൻ്റെ മോൻ്റെ നേരെ ആകാശം വന്നാൽ അത് മമ്മി സഹിക്കില്ല. മമ്മി ഒരു ചതിപ്പിൽ പെട്ടുപോയി. അവിടെ നിന്ന് രക്ഷപ്പെടാൻ ഇനി മമ്മിക്ക് കഴിയത്തില്ല. സാരമില്ല മോനെ, സാരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് രചന വണ്ടി കയറി പോകാൻ തുടങ്ങുകയാണ്. എന്തായാലും ആകാശിനെ വിശ്വസിച്ചു എന്നോ വിശ്വസിച്ചില്ല എന്നോ ഒന്നും പറഞ്ഞില്ല കേട്ടോ.
പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഇഷിത മനസ്സിനെ വിളിക്കുകയാണ്. മനസ്സിനക്ക് ഇഷിതയുടെ കോള് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇവള് ചിലപ്പോൾ കൊച്ചിനെ വീട്ടിൽ കൊണ്ടുവന്നതിൻ്റെ സന്തോഷം പ്രകടിപ്പിക്കാൻ വിളിക്കുന്നതായിരിക്കും. എന്തിനാടി നീ എന്നെ കളിയാക്കാൻ വിളിക്കുന്നതാണോടി, സന്തോഷം പ്രകടിപ്പിക്കാൻ വിളിക്കുന്നതാണോടി? അപ്പോഴേക്കും ഇഷിത പറഞ്ഞു, അതെ, സന്തോഷം പ്രകടിപ്പിക്കാൻ വിളിക്കുന്നതാ. അവൾ എത്ര നാളായി ഒരു കുഞ്ഞിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ആരുടെ കാര്യം നീ പറയുന്നത്? അപ്പം മാധവോലയോ നിങ്ങളെ വിളിച്ച് വിവരം പറഞ്ഞില്ല അല്ലേ? എങ്ങനെ പറയാനാ? സ്വന്തം മകൻ ഒരു കുഞ്ഞിൻ്റെ അച്ഛനാകാൻ പോകുന്നതെന്ന് അറിഞ്ഞാൽ സ്വന്തം പേരക്കുട്ടിയാണെന്നൊരു ചിന്ത പോലും ഇല്ലാതെ കുഞ്ഞില്ലാതായിപ്പോൾ നിങ്ങൾ ശാപിക്കുന്ന അവർക്കറിയാം. പ്രഗ്നൻ്റാ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മനസ്സിൻ്റെ മുഖം അങ്ങ് വിടർന്നു. അവൾ തന്നെയാണ് ഇപ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞത്. ഇതേ ചൊല്ലി നിങ്ങൾ എന്നെ വേട്ടയാടി തീർത്തപ്പോൾ എനിക്ക് 2 വാക്ക് നിങ്ങളോട് പറയണമെന്ന് തോന്നി. എനിക്കൊരു കുഞ്ഞിൻ്റെ അമ്മയാവാനുള്ള ഭാഗ്യം ഉണ്ടായില്ലെങ്കിൽ പോലും അമ്മയാവണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അത്രയ്ക്ക് ക്രൂരമായിട്ടാണ് നിങ്ങൾ എന്നെ വിചാരണ ചെയ്ത് എന്നെ കുരിശിലേറ്റിയത്. കാലം തെളിയിച്ചു തന്നു ഇഷിത ശരിയാണെന്ന്. ഇനി എന്താരോപണമാണ് നിങ്ങൾക്ക് എന്നിൽ ആരോപിക്കാനുള്ളത്? എന്ത് സന്തോഷമാണ് മനസ്സിനുമേ നിങ്ങൾ ഇതുവരെയുള്ള ജീവിതത്തിൽ നിന്ന് അനുഭവിച്ചത്. എല്ലാത്തിനോടും വെറുപ്പല്ലാതെ സ്നേഹം എന്നൊരു വികാരം നിങ്ങളുടെ മനസ്സിലുണ്ടായിട്ടുണ്ടോ? എന്തിനാ മനസ്സിനുമേ മനുഷ്യർ ജീവിക്കുന്നത്? നിങ്ങളെ തിരിച്ചറിഞ്ഞ് തുടങ്ങിയപ്പോൾ നിങ്ങളെ അടിമയാക്കി വെച്ച മൂത്ത മകൻ ട്രാൻസ്ഫറിൻ്റെ പേരും പറഞ്ഞ് നിങ്ങളിൽ നിന്ന് അകന്നു. അയാൾക്ക് ജീവിതം വേണമെന്ന് കരുതി ഭാര്യയും മകനെയും കൂടെ കൊണ്ടുപോയി. എന്തായാലും അഷിതേച്ചി ലീവ് എടുത്ത് പോയേക്കുന്നത് ട്രാൻസ്ഫറിന് അപേക്ഷിച്ചിട്ടാണ്. നിങ്ങളെ എന്നും മനസ്സിലാക്കിയോ അന്ന് ഭർത്താവിനെ തിരിച്ചു പിടിക്കാനായിട്ട് ലയയും തയ്യാറായി. നിങ്ങളെ വിട്ടുപോകുന്നവരെല്ലാം വെളിച്ചത്തിലേക്കാണ് പോകുന്നത്. ഒടുവിൽ ആ വലിയ വീട്ടിൽ മനസ്സിനിയമ്മ ഒറ്റയ്ക്ക്. ഇത് കേട്ടപ്പോൾ മനസ്സിലേക്ക് ആകെ ഒരു വിഷമമേ. ഇനിയെങ്കിലും നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിക്കുക. നിങ്ങളുടെ വെറുപ്പും വിദ്വേഷവും നിങ്ങളെ തന്നെ ഇല്ലാതാക്കും. നിങ്ങളുടെ മക്കളും മരുമക്കളും പേരക്കുട്ടികളും സന്തോഷത്തോടെ ജീവിക്കും. മനത്ത് ശുദ്ധമാക്കി മാധവൻ്റെ അടുത്തേക്ക് ചെല്ല്. നിങ്ങളൊരമ്മയായി കഴിഞ്ഞുവെന്ന് ഉറപ്പായാൽ ആ മകൻ നിങ്ങളെ വേണ്ട എന്ന് വെക്കില്ല എന്ന് പറഞ്ഞ് ഇഷിത കോള് കട്ട് ചെയ്തു. മനസ്സിനിമ മാറുമൊന്നുമില്ല, പക്ഷേ എതിർത്തൊന്നും പറഞ്ഞില്ലല്ലോ. എന്തായാലും മനസ്സിനെ ഇരുന്ന് കരച്ചിലാട്ടോ, തന്നോടൊരു വാക്ക് പറഞ്ഞില്ലല്ലോ എന്നോർത്ത്. അങ്ങനെ മനസ്സിനി ലയയുടെയും മാധവൻ്റെയും വീട്ടിലെത്തി. ലയാണെങ്കിൽ മനസ്സിനെ കണ്ടിട്ട് ഒന്ന് വരണ്ട കേട്ടോ. കാരണം മനസ്സിന് എന്തിനായിരിക്കും വന്നിരിക്കുന്നതെന്ന് അറിയത്തില്ല. ഇപ്പോൾ ഒരു കുഞ്ഞുകൊണ്ടേ ഉള്ള സ്ഥിതിക്ക് അല്ലെങ്കിൽ മനസ്സിനയുടെ ആ ഒരു ഇടപെടൽ എങ്ങനെയാവുന്നൊക്കെ ഓർത്തിട്ടാണ്. പക്ഷേ കുറച്ച് ചീറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് മനസ്സിന് വന്നത്. മനസ്സിന് പുഞ്ചിരിയോടുകൂടി ലയയുടെ അടുത്തേക്ക് വിളിക്കുകയാണ്. അപ്പോഴേക്കും ലയ മാധവനെ വിളിച്ചു കേട്ടോ. മാധവും വന്നു. മക്കളെ, നിങ്ങൾ എന്നോട് ഇതൊന്നും വിളിച്ച് പറഞ്ഞില്ല, സാരമില്ല, ഞാനതൊക്കെ ക്ഷമിക്കാൻ തയ്യാറാണ്. നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. കൂട്ടിക്കൊണ്ടു പോകുന്നതൊക്കെ അവിടെ നിൽക്കട്ടെ. അല്ല, എന്താണ് മറക്കാനും പുറക്കാനും പറ്റാതെ ഞങ്ങൾ ചെയ്ത തെറ്റ്? അതെന്താണെന്ന് അറിഞ്ഞാൽ ഞങ്ങൾക്ക് പറയാമായിരുന്നു. എൻ്റെ ജീവിതം നരകത്തിലേക്ക് ചവിട്ടി താത്തിയിട്ട് പൊറുക്കാൻ തയ്യാറാണെന്നോ? എന്തിനാണ് അമ്മ ഞങ്ങളെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നത്? എൻ്റെ കുഞ്ഞിനെ ഗർഭത്തിൽ വെച്ച് തന്നെ ഇല്ലാതാക്കാനോ എന്ന് ലയ ചോദിച്ചു. മഹാഭാവം പറയല്ലേ മോളെ, ഞാനും ഒരു അമ്മയല്ലേ. അമ്മയായിരുന്നെങ്കിൽ മറ്റൊരു കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമോ? ഇഷിത കുഞ്ഞിനെ ലക്ഷ്യം വെച്ച് അവിടെ പോയതും തല്ലി വടിച്ചതും ഒന്നും മറക്കാൻ പറ്റില്ല. എല്ലാവരും ഉപേക്ഷിച്ച് പോയപ്പോൾ പുതിയ നമ്പറുമായിട്ട് വന്നിരിക്കുക. മാധവ് പറഞ്ഞു, എന്തിനു വേണ്ടിയാണെങ്കിലും മനസ്സിനെയും ഇത്രയ്ക്ക് തരം താഴ്ത്താൻ പാടില്ല. തലയുയർത്തി പിടിച്ച് തന്നെ നിൽക്കണം. ഇത് മോശമായി പോയിട്ടോ. നിങ്ങൾ പറയുന്ന എന്തും കേൾക്കാൻ തയ്യാറായി തന്നെയാണ് വന്നത്. നിങ്ങൾ പറയുന്നത് എന്തും കേൾക്കാൻ തയ്യാറാണ്. അപ്പം നിങ്ങൾ തെറ്റ് ചെയ്തു അല്ലേ? നിങ്ങൾ പറയുന്നത് നിങ്ങൾ തെറ്റിയതൊന്നുമല്ല, നിങ്ങൾ പറയുന്നത് ഞങ്ങൾ തെറ്റിയതു എന്നാണ്. നിങ്ങൾക്ക് ഈ ജന്മം തിരിച്ചറിവുണ്ടാവില്ല എന്ന് മാധവ് പറഞ്ഞു. ദയവായി ഒന്ന് പോയിത്താ, എനിക്ക് പുറത്തു പോകണം. നിങ്ങളുടെ മുന്നിൽ എൻ്റെ ഭാര്യയെ നിർത്തിയിട്ട് പോകാൻ എനിക്ക് ധൈര്യമില്ല, എനിക്ക് പേടിയാണ്. എടാ, നീ ഇവിടും വന്നില്ലെങ്കിൽ ഞാൻ തിരിച്ചു പോവില്ല. ഞാൻ ഇവിടെ നിൽക്കും. ഞാൻ ഇനിയുള്ള കാലം എൻ്റെ മോൻ്റെ കൂടെ ജീവിക്കും. എൻ്റെ മോൻ്റെ കുഞ്ഞിനെ താലോലിക്കാനുള്ള ആഗ്രഹം എനിക്കുണ്ട്. അപ്പം ലയ പറഞ്ഞു, എങ്ങനെയുണ്ട് മാധവ്? അമ്മയുടെ ആഗ്രഹം മോൻ സാധിച്ചു കൊടുക്കണ്ടേ? അപ്പോഴേക്കും മാധവ് പറഞ്ഞു, തീർച്ചയായും അമ്മയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കേണ്ടത് മക്കളുടെ കടമയാണ്. മക്കൾക്ക് കഴിയുന്നതേ അമ്മമാരെ ആഗ്രഹിക്കാറുള്ളൂ. പക്ഷേ നിങ്ങൾ എങ്ങനെയാണ് അമ്മയാവുക? എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാൻ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സി ഓക്കെ, താങ്ക് യു.